ഉപ്പുതറ പാലക്കാവിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 15ഓളം കർഷകരുടെ പുരയിടത്തിലാണ് കാട്ടാന നാശം വിതച്ചത്. പടക്കം പൊട്ടിച്ചാണ് കർഷകർ ആനയെ തുരത്തിയത്. 3 വർഷമായി ഇവിടെ തുടർച്ചയായി കാട്ടാന ശല്യമുണ്ടാക്കിയിട്ടും നടപടിയില്ലെന്നും ആരോപണം. കുന്നേൽ കുഞ്ഞ്, ചെറുവള്ളിൽ കുഞ്ഞൂഞ്ഞ്, അപ്പച്ചൻ, ദീപക്, ഉള്ളുവേലിൽ റിജു പോൾ, താണുവേലിൽ ശശി, മുത്തമ്പടി പ്രദേശത്ത് സതി, കുമാരൻ എന്നിവരുടെ പുരയിടത്തിലാണ് വ്യാപകമായി ആന കൃഷി നശിപ്പിച്ചത്. തെങ്ങ്, വാഴ, ഏലം, കാപ്പി, കുരുമുളക് എന്നിവയാണ് നശിപ്പിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിൽ പ്രവേശിച്ചത്. വിവരമറിഞ്ഞ് ഒത്തുകൂടിയ നാട്ടുകാർ പാട്ടുകൊട്ടിയും പടക്കം പൊട്ടിച്ചും പുലർച്ചയോടെയാണ് ആനയെ വനത്തിലേക്ക് തുരത്തിയത്. ശനിയാഴ്ച മുത്തമ്പടി ഭാഗത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു. 2 ദിവസമായി വനാതിർത്തിയോട് ചേർന്ന ഭാഗത്ത് കാട്ടാന തമ്പടിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കാട്ടാനക്കൂട്ടം അവിടെ തന്നെയുണ്ട്. ഏതു സമയത്തും കൃഷിയിൽ പ്രവേശിക്കുന്ന ഭയപ്പാടിലാണ് കർഷകർ. 10 വരെ ഞങ്ങൾ ആനെ നോക്കുമായിരുന്നു. അന്നേരം കണ്ടില്ല, അറിഞ്ഞുമില്ല. ഒരു 11 മണിയാകുമ്പോൾ ഒരു വീട്ടുകാരൻ വിളിച്ചു, മുറ്റത്ത് ആന വന്നെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിന്നെയും നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു 3-5 പടക്കം പിടിച്ച് കഴിഞ്ഞപ്പോൾ ആന ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ ഒരു കുറേ ഏലമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഏല, വാഴ പടക്കമൊന്നും പിടിച്ചിട്ട് പോകുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയത്. ഇടുക്കി വന്യജീവി സംഘത്തോട് ചേർന്ന് കിടക്കുന്ന കാക്കത്തോട് വനത്തിൽ നിന്നാണ് ആന കൃഷിയിടത്തിലെത്തിയത്. ഇവിടെ സൗരോർജ്ജ വേലി നിർമ്മിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് വനം വകുപ്പ് ഉറപ്പു നൽകിയതായിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വർഷകാലത്ത് ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. നിയമപരമായ നൂലാമാലകൾ കാരണം നഷ്ടപരിഹാരം കിട്ടാൻ കർഷകർ ഇപ്പോൾ അപേക്ഷ നൽകുന്നുമില്ല. കാട്ടാന കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.